അപ്പൊ ഞാനൊരു കാര്യം പറയാം. എന്താന്നല്ലേ, ഇന്നൊരു മൂഡില്ല. ഈ മൂഡില്ല എന്ന് നാം പലപ്പോഴും കേൾക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പദമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തില്. അതിനിപ്പോ എന്താന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഈ മനസ്സ് അസ്വസ്ഥമാകുമ്പോഴാ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഡിപ്രസ്ഡ് ആകുമോ, ആങ്സൈറ്റി ആകുമോ, നെർവസ്നെസ് തോന്നുകയൊക്കെ ചെയ്യുമ്പോഴാണ് നാം ഇന്നൊരു മൂഡില്ല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു അവസ്ഥ. അത് നമ്മുടെ മനസ്സ് സങ്കീർണമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് പലപ്പോഴും ഈ മനസ്സെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഹൃദയത്തിലേക്ക് ചിന്തിക്കരുത്. നമ്മുടെ തലച്ചോറ്. അപ്പോൾ നമ്മുടെ തലച്ചോറിന്റെ പടം നമ്മൾ പല ഇടത്തും കണ്ടിട്ടുണ്ട്. കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കുറെ കയറുകളൊക്കെ ആയിട്ട് ഈ തലച്ചോറിനെ സങ്കല്പിക്കാറുണ്ട്. ഈ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൊഴിച്ച് ഈ മര്യാദയ്ക്ക് പോകേണ്ട ഈ ന്യൂറോൺ എന്ന് പറയുന്ന ഈ കയറിനെ നമ്മളങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്തിച്ചു കൂട്ടിയിട്ട് അതങ്ങ് കെട്ടുപിണയും. അപ്പത്തേന് വളരെ സങ്കീർണമായിട്ട് പോകും. പിന്നെ ഈ കുരുക്കഴിക്കണമില്ലേ, ഈ കുരുങ്ങി കിടക്കുമല്ലേ, അതാണ് ഒന്ന്. രണ്ടാമെന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ കെമിസ്ട്രി ലാബ് അല്ലെങ്കിൽ രസതന്ത്രശാല എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ. നമ്മള് അവിടെ കുറച്ച് പുകയ്ക്കാനും കത്താനും ഉള്ള കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുമ്പോൾ അതവിടെ കിടന്ന് പുകഞ്ഞ് കത്തി ചിലപ്പം വിസ്ഫോടനം ഉണ്ടാകും. ചിലപ്പോൾ അത് പുകഞ്ഞ് കത്തി ആകെ ഒരു പരുവാകുമ്പോഴാ ഈ മനസ്സ് സങ്കീർണമായി പോകുന്നത്. അപ്പം ഈ മനസ്സിങ്ങനെ സങ്കീർണമാകുമ്പോൾ അല്ലെങ്കിൽ മൂഡില്ല എന്നൊക്കെ നാം പറയുമ്പോൾ ഇതിനെ തിരിച്ചു പിടിക്കാൻ, ഈ മൂഡിനെ തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ സങ്കീർണമായ മനസ്സിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വലിയ മലമറിക്കുന്ന കാര്യമൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പലരും അത് തിരിച്ചറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് വലിയ കാര്യമാക്കാത്തത് കൊണ്ടാണ് അതിങ്ങനെ ഈ കുരു കഴിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് തൊട്ട് വീണ്ടും നമ്മൾ ഈ പുകയാൻ സൾഫറൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ വീണ്ടും നമ്മൾ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കയ്യിൽ നിൽക്കാതെ വഷളായി പോകുന്നത് വാസ്തവം. ഞാൻ എന്നൊരു കാര്യം പറയാം. ന്യൂറോ സയൻസിൽ ഒരു റീസെറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമുക്കിങ്ങനെ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണ് അല്ലെങ്കിൽ സങ്കീർണമാണെന്ന് തോന്നുമ്പോൾ ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. എന്താണല്ലേ, കേട്ടോ. അപ്പം നമ്മൾ പലപ്പോഴും ക്ലാസ് മുറികളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ അധ്യാപകർ നമ്മളോട് പറയാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ വായി നോക്കിയിരിക്കുമ്പോൾ നമ്മളോട് പറയും എല്ലാവരും ഒന്ന് എണീച്ച് നിന്നേ, അല്ലെങ്കിൽ ടേക്ക് എ ഡീപ് ബ്രീത്ത് എന്നുള്ള രീതിയിലൊക്കെ ഇത് ചെയ്യിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ന്യൂറോ സയൻസിൽ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടെക്നിക്ക്, 2 minutes റീസെറ്റ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വളരെ സങ്കീർണമായിട്ട് ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ സമാധാനത്തിലേക്ക്, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്കാണ്. ഇത് സയന്റിഫിക്കലി പ്രൂവ് ആണ്. അപ്പം നിങ്ങളൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പാരാസിമ്പതറ്റിക് ന്യൂറോൺ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആ താളത്തെ, ആ സ്പന്ദനത്തെ നോർമലൈസ് ചെയ്യും. പിന്നെ ഈ കോർട്ടിസോളിന്റെ ലെവലിനെ കുറയ്ക്കും. ആ സ്ട്രെസ് ഉണ്ടാക്കുന്ന വിദ്വാനല്ലേ, പുള്ളിക്കാരന്റെ അളവിനെ അങ്ങ് ഡിക്രീസ് ചെയ്യും. അതാണ് അതിന്റെ ഒരു ശരിക്കുള്ള വശം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിസം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് അന്ന് രാവിലെ മുതൽ ഈ എഴുതാനൊക്കെ ഇഷ്ടമുള്ളവരാണ് ഒരു പേപ്പർ എടുത്തിട്ട് അന്ന് രാവിലെ മുതൽ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിരിക്കാൻ പറ്റിയ കാര്യങ്ങൾ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് താങ്ക്ഫുൾ ആയിട്ട് തോന്നുന്ന മൊമെന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 3 minutes കഴിയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ മനസ്സ് പീസ്ഫുൾ ആവുമെന്ന സ്റ്റഡീസ് പറയുന്നു. അതായത് അത് നിങ്ങളുടെ ഡോപ്പാമിന്റെ ലെവലിനെ കൂട്ടും. ഈ ഡോപ്പാമിന്റെ ലെവൽ കൂടുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് റീസെറ്റ് ആകും. അതായത് ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ വരും, ഒരു ധൈര്യം, ഒരു ബലമൊക്കെ വരും. അപ്പത്തേനും നമ്മുടെ മൂടം അല്ലെങ്കിൽ നമ്മുടെ ഈ മൈൻഡ് സെറ്റ് ഒക്കെ അങ്ങ് മാറും. പിന്നെ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാല് നമ്മൾ ആ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, കുറച്ച് വാമായിട്ടുള്ള വെതർ ആണെങ്കിൽ അതൊന്ന് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുക, കേൾക്കുക. ഇതൊക്കെ ഒരു 2 minutes ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ മൈൻഡിന്റെ ആ ഒരു അവസ്ഥ റീസെറ്റ് ചെയ്യുവാനിടയെത്തിക്കും. പ്രാക്ടിക്കലി എപ്പോഴെങ്കിലും
ഇച്ചിരി ഡൗൺ ആണെന്ന് തോന്നുമ്പം, അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോഴത്തേക്കിന് നമ്മുടെ ജീവിതത്തിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചിലപ്പം ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ വളരെ നെർവസ്നെസ് തോന്നും. എന്നെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെയാണ്. ഞാനിങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുമെങ്കിലും എനിക്ക് ഈ വൈവ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ വളരെ നെർവസാണ്. എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ആളാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീപ് ബ്രീത്ത് എടുക്കാൻ ഒരു 2 മൊമെന്റ്സ്, ഒരു 2 മിനിറ്റ്സ്, ആ ഒരു മൊമെന്റ് നമ്മളത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ സങ്കീർണമായ അവസ്ഥയിൽ നിന്ന് അതിസങ്കീർണമായ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സൊക്കെ പോകാതെ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2 മിനിറ്റ്സിന്റെ കാര്യമാണ്. ഓൺലി 2 മിനിറ്റ്സ്, ദാറ്റ്സ് ഓൾ. അപ്പം ഇത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഇതിങ്ങനെ പുള്ളിക്കാരനെ ഇങ്ങനെ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ശരീരത്തിൽ എല്ലാ പ്രവർത്തനവും നടക്കണമെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു കൈ വേണം. അപ്പം നമ്മൾ പുള്ളിക്കാരനെ ഓർമ്മപ്പെടുത്തുകയാണ്, യു ആർ നോട്ട് ടയേർഡ്, ഞാൻ നിന്നെ കാണുന്നുണ്ട്, യു ആർ സേഫ് എന്നുള്ള ഒരു ചിന്ത അങ്ങോട്ട് പകർന്നു കൊടുക്കുക. അപ്പം യു ആർ സേഫാണ്, ഞാൻ നിന്നെ കാണുന്നുണ്ട്, നിന്നെ പരിഗണിക്കുന്നുണ്ട്. ഇത്ര മതിയെന്നേ മനസ്സ് ശാന്തമാകാൻ, മനസ്സിലെ അസ്വസ്ഥതകളൊക്കെ മാറാൻ, ആ കുരുങ്ങിക്കിടക്കുന്നതും ആ പുകഞ്ഞു കത്തുന്നതും ഒക്കെ ഒന്ന് തണുത്ത് എന്നാ പറയുന്നേ നല്ല ഒരു കൂളായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റാൻ ഇത്രയും മതി. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിനും നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ അറിയാൻ നാം ശ്രമം നടത്തിയാൽ മാത്രമേ ഇതിനൊക്കെ നമുക്ക് സമയം വേർതിരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്.